സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തിരി മട്ടൻ വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ മട്ടൻ വാങ്ങിയപ്പോൾ ഏട്ടൻ പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് ബിരിയാണിയുടെ ലാസ്റ്റ് പ്രിപ്പറേഷനിലാണ്. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ്. പൊതുവെ കണ്ണൂർ റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, കാരണം കണ്ണൂരിൽ തേങ്ങയിട്ടിരുന്നല്ല ബിരിയാണി ഉണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതുതന്നെ ഞങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ തേങ്ങ ഇല്ലാതെയും മാറ്റി പിടിക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ ലാസ്റ്റ് അതിൻ്റെ മുകളിൽ തന്നെയാണ് ഞങ്ങൾ ഇടുന്നത്. അല്ലാതെ വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റിയില്ല. മട്ടൻ ഉണ്ടാക്കി അതേ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ചോറും തട്ടുന്നത്. അപ്പോൾ ഒരു ലെയർ ഇട്ടു. അതിനുശേഷം കുറച്ച് പുതിനയിലയും മല്ലിയിലൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് മട്ടൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടതിന് ശേഷം അതിലേക്ക് മട്ടൻ്റെ മാറ്റി വെച്ചിരിക്കുന്ന ലെയറും ഇട്ടു. അപ്പോൾ ഇതാ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റേജ് ഇതേപോലെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ? ഞങ്ങളിതാ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പോവാണ്. ഏട്ടൻ ഇതാ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കുക കേട്ടോ. വേറെ എന്താ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ടാറ്റ, ലവ് യു, ബൈ.